ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചൈനീസ് അനിമേറ്റഡ് സീരീസ് ആയ സീസർ 7ന്റെ എപ്പിസോഡ് 4 ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്ന് വീഡിയോസ് ചെയ്യാൻ എന്നെ എൻകറേജ് ചെയ്യുന്നത്. എന്നാൽ ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഈ അനിമയിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സീസർ 7 സീസൺ 1 എപ്പിസോഡ് 4. ഹീറോന്റെ സെലൂണിലോട്ട് പ്യൂരിറ്റി അസോസിയേഷന്റെ ചെയർമാൻ വരുന്ന സമയത്ത് ഹീറോ അതൊരു നോർമൽ കസ്റ്റമർ ആണെന്ന് വിചാരിക്കുന്നുണ്ടാവും. അവരൊരു ഫോട്ടോ തരുമ്പോൾ ഹീറോ അതിലുള്ള പോലെ ഹെയർ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതാണ് എൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന സമയത്ത് ആ ലേഡിയാണെങ്കിൽ എടാ മണ്ട, ഞാനിവിടെ മുടി വെട്ടാൻ വേണ്ടി വന്നതല്ല, ആ ഫോട്ടോയിൽ കാണുന്ന ആളെ കൊല്ലാൻ വേണ്ടി നിന്നെ ഹയർ ചെയ്യാനാ വന്നത് എന്ന് പറയുന്ന സമയത്ത് ഹീറോയും ഷോക്കാവുന്നുണ്ടാവും. നിനക്കയാളെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ ഈ ചെറിയ സെലൂണ് ഞാൻ നിലംപരിശാക്കും എന്ന് പറയുമ്പോൾ ഹീറോയും ഷാംഫേനയും കൂട്ടി പുറപ്പെടുന്നുണ്ടാവും. ആ ലേഡി ടാർഗറ്റിനെ കുറിച്ച് അവന് അണ്ടർവെയർസൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു ബാഡായിട്ടുള്ള ഹാബിറ്റ് ഉണ്ട്. അതുകൊണ്ട് ആളുകളെ അവനിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഐലൻഡ് പ്യൂരിറ്റി സൊസൈറ്റി ആയ ഞങ്ങൾ നിനക്ക് $500 തരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഹീറോയും ഒരു പോസ്റ്റിന്റെ രൂപത്തിൽ ഫോളോ ചെയ്യുമ്പോൾ അറിയാതെ വീഴുന്നുണ്ടാവും. ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഹീറോ ഒരു അണ്ടർവെയറിനെ പോലെ ട്രാൻസ്ഫോം ആയിട്ടുണ്ടാവും. അത് കണ്ടിട്ട് എനിക്ക് ഈ അഡിഷനിലുള്ള അണ്ടർവെയർസ് ഒക്കെ വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഹീറോനെയും അയാളെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും. അവിടെ വെച്ച് ഹീറോനെ ചുമരിൽ ഫ്രെയിം ചെയ്ത് വെക്കുന്ന സമയത്ത് ഹീറോ അതിൽ നിന്ന് എസ്കേപ്പ് ആയിട്ട് ഒരു കത്തിയെടുത്ത് നിന്റെ കഥ കഴിഞ്ഞടാന്ന് പറഞ്ഞ് കുത്താൻ പോകുന്ന സമയത്ത് അയാളാണെങ്കിൽ ഇതിലെന്താ ഒരു കല്ല് കിടക്കുന്നതെന്ന് പറഞ്ഞ് അറിയാതെ ഹീറോന്റെ മേത്തേക്ക് ഇടുന്നുണ്ടാവും. എന്നിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഹീറോനെ കണ്ടിട്ട് എൻ്റെ പുതിയ അണ്ടർവെയറിന് എന്തെങ്കിലും പറ്റിയോ, ഇതൊന്ന് ഇട്ട് നോക്കിയാൽ എന്താ എന്ന് പറഞ്ഞ് അത് ഇടാൻ ശ്രമിക്കുമ്പോൾ ഹീറോയും ടെൻഷൻ ആവുന്നുണ്ടാവും. ആ സമയത്ത് ആരോ ഡോറ് നോക്ക് ചെയ്യുമ്പോൾ അയാളും ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ പാൻറ് ഇട്ടിട്ട് വരാം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഡോറ് തുറന്ന് പ്യൂരിറ്റി സൊസൈറ്റിയിലെ മെമ്പേഴ്സ് അങ്ങോട്ട് വന്നിട്ടുണ്ടാവും. അവരെ കയ്യിൽ തീപ്പന്തം കണ്ടിട്ട് ഹീറോ ആണെങ്കിൽ ഇവര് അണ്ടർവെയർസ് കത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ആ ലേഡി എന്നെ അയച്ചേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ആ ടാർഗറ്റ് ആണെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇതൊക്കെ നിർത്താം. ഈ അണ്ടർവെയർസ് ഒക്കെ കളക്ട് ചെയ്യുന്നത് കുറച്ച് മോശപ്പെട്ട കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഇത് കടകളിൽ നിന്ന് പൈസ കൊടുത്ത് മാത്രമേ വാങ്ങാറുള്ളൂ. ഇതുവരെ ഞാൻ ഒന്നും മോഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് ദയവായി എൻ്റെ കളക്ഷൻ കത്തിക്കരുത് എന്ന് പറയുന്ന സമയത്ത് ചെയർമാൻ ആണെങ്കിൽ അതൊന്നും കേൾക്കാതെ ആ തീപ്പന്തം എടുത്ത് വലിച്ചെറിയുന്നുണ്ടാവും. ആ സമയത്ത് ഹീറോ അവൻ്റെ സിസർ ഉപയോഗിച്ച് ആ തീപ്പന്തത്തിന്റെ കൂടെ ചെയർമാന്റെ തൊപ്പിയും കട്ട് ചെയ്യുന്നുണ്ടാവും. ആ ഹെയർ സ്റ്റൈല് കണ്ടിട്ട് അവരെ കൂടെയുള്ള രണ്ടാൾക്കാരും ചിരിക്കുന്നുണ്ടാവും. ഹീറോ യൂറിൻ പാസ് ചെയ്ത് ആ തീയൊക്കെ അണയ്ക്കുന്നുണ്ടാവും. അത് കാണുമ്പോൾ ചെയർമാനും എനിക്കറിയാമായിരുന്നു നിന്നെ വിശ്വസിക്കാൻ പറ്റൂലെന്ന്, അതുകൊണ്ട് ഇവന്റെ രഹസ്യ താവളം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിന്റെ മേത്തൊരു ട്രാക്കർ ഫിക്സ് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ ചിലർക്ക് ടോയ്സ് കളക്ട് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, മറ്റു ചിലർക്ക് ടൈസ് കളക്ട് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. എന്തിന്, നൂഡിൽസിന്റെ കൂടെ ഫ്രീ കിട്ടുന്ന കാർഡ്സിന് വേണ്ടി ആളുകൾ 10 കണക്കിന് നൂഡിൽസ് വരെ കഴിക്കാറുണ്ട്. ഇയാൾക്ക് ഇഷ്ടം അണ്ടർവെയർസ് കളക്ട് ചെയ്യുന്നതാണ്. അതിനെന്താ തെറ്റ്? അയാൾ ഇതിനു വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ചെയർമാൻ ആണെങ്കിൽ എനിക്ക് നിങ്ങളെപ്പോലത്തെ വൃത്തികെട്ട ആളുകളുമായി ആർഗ്യുമെന്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കളക്ഷൻസ് ഒക്കെ കത്തിക്കും, അവൻ ഈ ഐലൻഡിൽ നിന്ന് പുറത്താക്കും എന്ന് പറയുമ്പോൾ ഹീറോയും അങ്ങനെയാണെങ്കിൽ നീ എന്നെ മറികടക്കേണ്ടി വരും എന്ന് പറയുന്ന സമയത്ത് അവരെ കൂട്ടത്തിലുള്ളൊരു പെണ്ണ് ഹീറോക്ക് ചുറ്റും നല്ല ഫാസ്റ്റിൽ ഓടുന്ന സമയത്ത് അവനും ഹിപ്നോട്ടൈസ് ആവുന്നുണ്ടാവും. ആ ടൈമിൽ മറ്റേ പെണ്ണ് ഹീറോനെ അറ്റാക്ക് ചെയ്തിട്ട് അവനെ എടുത്ത് വലിച്ചെറിയുന്നുണ്ടാവും. ഹീറോയും ഇവള് വളരെ സ്ട്രോങ് ആണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് വീണ്ടും ആ ഹിപ്നോട്ടൈസ് ചെയ്ത പെണ്ണ് ഹീറോന്റെ ചുറ്റും ഫാസ്റ്റിൽ ഓടുന്ന സമയത്ത് ഹീറോന്റെ ശ്രദ്ധ തെറ്റുമ്പോൾ മറ്റേ പെണ്ണ് വീണ്ടും ഹീറോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ഹീറോനെ പിടിച്ചു വെക്കുന്ന സമയത്ത് ആ ചെയർമാൻ ആണെങ്കിൽ നിന്നൊരു പാഠം പഠിപ്പിക്കാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് ഒരു ആന്റിനെ പോലുള്ള വെപ്പൺ പുറത്തെടുക്കുന്നുണ്ടാവും. അത് കണ്ടിട്ട് ഹീറോ ആണെങ്കിൽ എന്നെ എന്തെങ്കിലും അതുകൊണ്ട് ചെയ്താൽ ഞാൻ അപ്പം അലറും എന്ന് പറയുന്നുണ്ടാവും.
അത് കേൾക്കുമ്പോൾ ചെയർമാൻ ആണെങ്കിൽ നിനക്ക് ഇപ്പോഴും നിന്റെ തെറ്റുകൾ ഏറ്റു പറയാൻ സമയമുണ്ട് എന്ന് പറയുമ്പോൾ ആ ടാർഗറ്റ് ഹീറോനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന സമയത്ത് ചെയർമാനും അയാൾ ആ ആൻറ്റിനെ കൊണ്ട് അടിക്കുമ്പോൾ അയാളും തെറിച്ചു പോയി വീഴുന്നുണ്ടാവും. എനിക്ക് നിന്നെപ്പോലത്തെ വൃത്തികെട്ട ആൾക്കാരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ആ കളക്ഷൻസ് ഒക്കെ നശിപ്പിക്കുന്നുണ്ടാവും. ഹീറോയും ആ ടൈമിൽ ടെൻഷനായിട്ട് എനിമീസിന്റെ വീക്ക്നെസ് മനസ്സിലാക്കണം എന്ന് ചിന്തിച്ചിട്ട് അവന്റെ സിസർ ഉപയോഗിച്ച് ഒരേ സമയം ആ ആന്റിനെയും ഹിപ്നോട്ടൈസ് ചെയ്യുന്ന പെണ്ണിന്റെ ഡ്രസ്സും മറ്റേ പെണ്ണിന്റെ സ്പെക്സും കട്ട് ചെയ്യുന്നുണ്ടാവും. പിന്നീട് കാണിക്കുന്നത് ഹീറോയും ആ ചെയർമാനും തമ്മിലുള്ള ഒരു ഉഗ്രൻ ഫൈറ്റ് ആയിരിക്കും. അങ്ങനെ എൻ്റെ കില്ലർ മൂവ് യൂസ് ചെയ്യാനുള്ള ടൈമായി എന്ന് പറഞ്ഞിട്ട് ഹീറോ ട്രൗസർ ഊരി കാണിക്കുന്നുണ്ടാവും. അത് കണ്ടിട്ട് അവരും അവിടം വിട്ട് ഓടുന്നുണ്ടാവും. ചില സമയങ്ങളിൽ ഒരു വിയേഡായിട്ടുള്ള ആളെ മറ്റൊരു വിയേഡായിട്ടുള്ള ആൾക്കെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അയാളും ഹീറോനോട് താങ്ക്സ് പറഞ്ഞിട്ട് എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യാനാണ് ഇഷ്ടം, എന്നാൽ നീ ഇന്ന് അതൊരു മോശം കാര്യമല്ല എനിക്ക് മനസ്സിലാക്കി തന്നു. നിന്റെ പേരെന്താ എന്ന് ഹീറോനോട് ചോദിക്കുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ അതിലുള്ള ഒരു അണ്ടർവെയർ ഇട്ട് നോക്കിയിട്ട് ഇതെങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ടാവും. ഡൈബോ ആണെങ്കിൽ ഒരാളെ ടൈന് വേണ്ടി ഭീഷണിപ്പെടുത്തുന്നുണ്ടാവും. അതോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻ്റ് അറിയിക്കുക. എന്നാൽ അടുത്ത എപ്പിസോഡുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ഗായ്സ്.